കണ്ണൂർ കായലോട്ടെ റസീന ജീവനൊടുക്കിയതിന് കാരണം സദാചാര പോലീസിംഗ് തന്നെയെന്ന് റസീനയുടെ പിതാവ്. മകളെ നടുറോഡിൽ തടഞ്ഞുവെച്ച് അപമാനിച്ചു. ജീവിതമില്ലാതാക്കുമെന്ന ഭയമാണ് ആത്മഹത്യയിലേക്ക് എത്തിച്ചതെന്നും പിതാവ് പറഞ്ഞു. പയ്യനെയും കാലോട് വെച്ച് പിടിച്ചു എന്ന് പറഞ്ഞു. അവളെന്തെന്ന് അവളെ വീട്ടിലുണ്ട്. ഞാൻ ഇവനാണോ അത്രയും സംസാരിച്ച് ഞാൻ നേരെ വീട്ടിൽ പോയി. വീട്ടിലല്ല പോയത്, നേരെ ഇവിടെ വന്ന് എൻ്റെ വൈഫിനെയും കൂട്ടി അവിടത്തേക്ക് പോയി, അവളെ വീട്ടിലേക്ക് പോയി. അപ്പോൾ കുറച്ച് വഴക്കൊക്കെ പറയുമല്ലോ, അത് സാധാരണയാണല്ലോ. വഴക്കൊക്കെ പറഞ്ഞ് ഇങ്ങനെ നാണം കെടുത്തില്ല, ഞങ്ങളെ ഇത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഇത്രയും അവമാനിക്കുന്നത് എന്തിനായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ എനിക്ക് നിങ്ങളിവിടെ താമസിക്കില്ല, മക്കളെയും കൂട്ടിയിട്ട് പോരുന്നു. നോക്കണം, മക്കളെയും കൂട്ടി അവളെയും കൂട്ടി ഇങ്ങ് പോന്നു. ഇവിടെ അതേസമയം SDPI ഓഫീസിലെ ദൃശ്യങ്ങളും പുറത്തുവന്നു. വിവരങ്ങളുമായി സരീഷ് PK ആണ് ചേരുന്നത്. സരീഷ്, ആദ്യ സമയം തന്നെ കുടുംബം പുറത്തേക്ക് വന്നത് ഈ ഇത്തരത്തിലൊരു സദാചാര പോലീസിംഗ് നടന്നിട്ടില്ല എന്നുന്നയിച്ചുകൊണ്ടാണ്. അത്തരത്തിലൊരു വാദമാണ് അമ്മയടക്കമുള്ളവർ ഉന്നയിച്ചത്. പക്ഷേ ഇപ്പോൾ പിതാവ് അത് സമ്മതിക്കുകയാണ്. പോലീസും ഇക്കാര്യം ഇന്ന് പറഞ്ഞു വെക്കുകയുണ്ടായി. എന്താണിതിൽ സംഭവിക്കുന്നത്? വിശദാംശങ്ങൾ. ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കുടുംബത്തിനുള്ളിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങൾ വരികയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ നമ്മൾ കേട്ട അഭിപ്രായമാണ്. പിതാവ് പറയുന്നതിൽ വ്യക്തമാണ്. കാരണം ഞായറാഴ്ച വൈകുന്നേരം തനിക്കൊരു കോൾ വരുന്നു. ആ കോളിൽ പറഞ്ഞിരുന്നത് നിങ്ങളുടെ മകളെ ഈ കായലോട് പറമ്പായിൽ വെച്ച് പിടിച്ചിട്ടുണ്ട്, ഉടൻ തന്നെ ഇങ്ങോട്ടേക്ക് വരണം എന്നുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ താൻ ചെന്നപ്പോൾ അവിടെ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 20 പേർ, അതായത് കൂട്ടമായി ഒരു സംഘം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഒരാളെ ചോദ്യം ചെയ്യുകയായിരുന്നു. താൻ ആദ്യം ചോദിച്ചത് തൻ്റെ മകൾ എന്തേ എന്നുള്ളതാണ്. അവർ പറഞ്ഞിരുന്നത് മകളെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് താൻ അവിടെ നിന്നിരുന്നില്ല, നേരെ വീട്ടിലേക്ക് വരികയാണ് ചെയ്തത്. മകളോട് ചോദിച്ചപ്പോൾ മകൾ പറഞ്ഞിരുന്നത് തന്നെ റോഡിൽ വെച്ച് അപമാനിച്ചു, അവിടെ വെച്ച് തന്നെയും ആൺ സുഹൃത്തിനെയും അവർ ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. പിന്നീട് എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ വിശദമായി സംസാരിക്കാൻ മകൾ തയ്യാറായില്ല. പക്ഷേ പിന്നീട് ഈ ഞായറാഴ്ച മുതൽ തൊട്ടടുത്ത മണിക്കൂറുകളിലൊന്നും തന്നെ ആരോടെങ്കിലും സംസാരിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ സാധാരണഗതിയിൽ പ്രതികരിക്കുന്ന രീതിയിലുള്ള പ്രതികരണമോ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ മനോവിഷമത്തിലായിരുന്നു, ആഹാരം കഴിച്ചിരുന്നില്ല. പലപ്പോഴും എന്തെങ്കിലും അസുഖമാണോ എന്ന് ചോദിച്ചപ്പോൾ പോലും പ്രതികരിക്കാൻ തയ്യാറായില്ല. മക്കളോട് പോലും കൃത്യമായി സംസാരിക്കാനോ അല്ലെങ്കിൽ പ്രതികരിക്കാനോ തയ്യാറായിരുന്നില്ല. അതിൻ്റെ തുടർച്ച എന്ന രീതിയിലാകാം ഈ ചൊവ്വാഴ്ചയുള്ള ആത്മഹത്യ എന്നുള്ളത് തന്നെയാണ് ഈ റസീനയുടെ പിതാവ് ശരിവയ്ക്കുന്നത്. കൃത്യമായി പോലീസിംഗ് നടത്തിയിട്ടുണ്ട്, അതായത് മോറൽ പോലീസിംഗ് നടന്നിട്ടുണ്ട് എന്ന് കൃത്യമായി പിതാവ് തന്നെ ശരിവയ്ക്കുകയാണ്. പക്ഷേ ഇന്നലെ മാതാവ് പറഞ്ഞിരുന്നത് അങ്ങനെയല്ല. കാരണം ഈ കാര്യങ്ങൾ, അതായത് ഒരു യോഗം ചേർന്നു എന്ന് മാത്രമാണ്, ഒരു മധ്യസ്ഥ ചർച്ച നടന്നു എന്നുള്ളത് മാത്രമാണ്. ഈ ആൺ സുഹൃത്ത് വലിയ രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. 40,000-ലേറെ പവൻ സ്വർണം കൈക്കലാക്കിയിട്ടുണ്ട്, പണം കൈക്കലാക്കിയിട്ടുണ്ട്. ഇതെല്ലാം തിരിച്ചു വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച മാത്രമാണ് നടന്നത് എന്നുള്ളതാണ്. SDPI നേതാക്കളും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ആ നാട്ടിലെ ഒരു പ്രദേശത്തെ ഒരു പ്രശ്നം, ആ പ്രശ്നത്തിൽ ബന്ധുക്കൾ തന്നെയാണ് ഇത് രമ്യമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് SDPI സമീപിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ ബന്ധുക്കളെയും വിളിച്ചു വരുത്തി ഈ SDPIയുടെ ഓഫീസിൽ വെച്ച് ചർച്ച നടന്നു, അല്ലാതെ വിചാരണ നടന്നിട്ടില്ല എന്നുള്ള വിശദീകരണമാണ് SDPI നടത്തുന്നത്. അതിനിടയിലാണ് ഈ യോഗത്തിൻ്റെ ദൃശ്യങ്ങൾ, അതായത് ഈ ആൺസുഹൃത്തും അതോടൊപ്പം തന്നെ ആൺസുഹൃത്തിൻ്റെ ബന്ധുക്കൾ, ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഇരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. കൃത്യമായി ആ പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ ശരിവയ്ക്കുന്ന രീതിയിലാണ് പല പ്രതികരണങ്ങളും ദൃശ്യങ്ങളും ഉൾപ്പെടെയുള്ളവ പുറത്തു വരുന്നത്. നേരത്തെ പറഞ്ഞിരുന്നത് ആദ്യം ഈ പറമ്പായിൽ തന്നെ ഒരു സ്ഥലത്ത് വെച്ച് ഇവരെ തടഞ്ഞു നിർത്തുന്നു, അതിനുശേഷം ചോദ്യം ചെയ്തതിന് ശേഷം പെൺകുട്ടിയെ വീട്ടിലേക്ക് അയച്ചു, പക്ഷേ ആൺസുഹൃത്തിനെ തടഞ്ഞു നിർത്തി എന്ന് ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നു. അത് അച്ഛൻ്റെ ഈ വാക്കുകളിലുണ്ട്, പിതാവിൻ്റെ ഈ വാക്കുകളിൽ നിന്നുള്ള വ്യക്തമാണ്. അതിനുശേഷം മർദ്ദിച്ചതിന് ശേഷം SDPI ഓഫീസിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചും വലിയ രീതിയിൽ അസഭ്യം പറഞ്ഞു എന്ന് ഈ ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നു. അത് സാധൂകരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായും ഈ ആത്മഹത്യയ്ക്ക് പിന്നിൽ സദാചാര പോലീസിംഗ് നടന്നിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ മൊഴികളുമാണ് ഇപ്പോൾ ഓരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ശരി സരീഷ്, കുടുംബം എന്നാണെങ്കിലും ഇക്കാര്യത്തിൽ രണ്ട് തട്ടിൽ എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. റസീനയുടെ പിതാവാണ് ഇപ്പോൾ സദാചാര പോലീസിംഗിനെ ആണ് നടന്നതെന്ന് ഉറപ്പിച്ച് പറയുന്നത്. സരീഷ് PK ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.